ഡിയേഴ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 3 അതിലെ ബാക്കി ഭാഗം ഗുഡ് ബുക്സ് എന്ന് പറഞ്ഞ ഈ ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് ഗുഡ് ബുക്സ്? ഗുഡ് ബുക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ബുക്കുകൾ അല്ലേ, നല്ല ബുക്കുകൾ. ഹിയർ ഇസ് എ പോയം ഓൺ ബുക്സ്, റീഡ് ആൻഡ് എൻജോയ് അല്ലേ. ഇതെന്താണ്? പോയം, ഒരു പോയാണ് കേട്ടോ അത്, ഗുഡ് ബുക്സിനെ കുറിച്ചിട്ടുള്ള. അപ്പം നോക്കൂ, ഗുഡ് ബുക്സ് ആർ ഫ്രണ്ട്ലി തിങ്സ് ടു ഓൺ അല്ലേ. എന്താണ്? ഗുഡ് ബുക്സ് ആർ ഫ്രണ്ട്ലി തിങ്സ് ടു ഓൺ. ഇഫ് യു ആർ ബിസി ദേ വിൽ വെയിറ്റ്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത് മക്കളെ? ഈ ഗുഡ് ബുക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ നല്ല പുസ്തകങ്ങൾ എന്താണ് സ്വന്തമാക്കാൻ എന്താണ് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. നല്ല പുസ്തകങ്ങൾ സ്വന്തമാക്കാൻ എന്താണ് സൗഹൃദപരമായ കാര്യങ്ങളാണ് അല്ലേ. ഇഫ് യു ആർ ബിസി ദേ വിൽ വെയിറ്റ്. നിങ്ങൾ ബിസി ആണെങ്കിൽ എന്താണ് അത് നിങ്ങളെ കാത്തു നിൽക്കും അല്ലേ, എങ്ങോട്ട് പോകുമൊന്നുമില്ല അല്ലേ. ഈ ബുക്കുകൾ ദേ വിൽ നോട്ട് കോൾ യു ഓൺ ദ ഫോൺ. അവരെന്താണ് നിങ്ങളെ ഫോണിൽ വിളിക്കുകയൊന്നുമില്ല ഈ ബുക്കൊന്നും. ഓർ വേക്ക് യു ഇഫ് ദ അവർ ഈസ് ലേറ്റ്. എന്താണ് അല്ലെങ്കിൽ എന്താണ് സമയം വൈകിയാൽ നിങ്ങളെ എന്താണ് അത് എന്താ വേക്ക് യു ഇഫ് ദ ഹവർ ഈസ് ലേറ്റ് അല്ലേ. എന്താണ് ദ ഹവർ ലേറ്റ് ആണെങ്കിൽ എന്താണ് നിങ്ങൾ എണീക്കൂ അല്ലേ. ദേ സ്റ്റാൻഡ് ടുഗദർ റോ ബൈ റോ അല്ലേ. അപ്പം എന്താണ് അവിടെ അത് വിൽ നോട്ട് കോൾ യു ഓൺ ദ ഫോൺ ഓർ വേക്ക് യു ഇഫ് ദ ഹവർ ഈസ് ലേറ്റ് അല്ലേ. അതായത് ഇവിടെ എന്താണ് നിങ്ങളെ ഫോണിൽ വിളിക്കുകയോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ നേരെ വയ്യോ ഉണർത്തുകയോ ഒന്നും എന്താണ് ഈ ബുക്ക് ചെയ്യില്ല അല്ലേ. ദ സ്റ്റാൻഡ് ടുഗദർ റോ ബൈ റോ. അതെന്താണ് നല്ല റോ ബൈ റോ ആണല്ലേ, വരി വരിയായിട്ടാണ് എന്ത് ഈ ബുക്ക് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ദ ലോ ഷെൽഫ് ഓർ ദ ഹൈ അല്ലേ. എന്താ മുകളിലത്തെ ഷെൽഫിലാണെങ്കിലും താഴെയുള്ള ഷെൽഫിലാണെങ്കിലും ഒക്കെ എന്താണ് അത് റോ ബൈ റോ ആയിട്ടല്ലേ അടുക്കി അടുക്കിയാണ് നിൽക്കുന്നത്. ബട്ട് ഇഫ് യു ആർ ലോൺസം ദിസ് യു നോ you have a friend or two nearby. The fellowship of book is real. അപ്പോൾ എന്താണ് പറയുന്നത്? ബട്ട് ഇഫ് യു ആർ ലോൺസം. ലോൺസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റക്ക് കേട്ടോ. നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ എന്താണ് ദിസ് യു നോ നിങ്ങൾക്ക് അറിയാം അല്ലേ. യു ഹാവ് എ ഫ്രണ്ട് ഓർ ടു നിയർ ബൈ. എന്താണ് നിങ്ങളുടെ അടുത്ത് ഒന്നോ രണ്ടോ സുഹൃത്തുക്കളുണ്ട് അല്ലേ. ദ ഫെലോഷിപ്പ് ഓഫ് ബുക്സ് ഈസ് റിയൽ. എന്താണ് ഈ പുസ്തകങ്ങളുടെ ഈ ഫെലോഷിപ്പ് എന്താണ് റിയൽ ആണ് അല്ലേ, യാഥാർത്ഥ്യം സത്യമാണ് അല്ലേ. ദേ ആർ നെവർ നോയ്സി വെൻ യു ആർ സ്റ്റിൽ അല്ലേ. അതെന്താണ് നിങ്ങൾ എന്താണ് സ്റ്റില്ലായിരിക്കും, നിശ്ചലനായിരിക്കുമ്പോൾ എന്താണ് അവ ഒരിക്കലും എന്താണ് ഭയങ്കര ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കൂല അല്ലേ. ദേ വോണ്ട് ഡിസ്റ്റർബ് യു അറ്റ് യുവർ മീൽ. അതുപോലെ എന്താണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്താണ് അവ നിങ്ങളെ ശല്യപ്പെടുത്തുകയില്ല, ബുക്ക് നിങ്ങളെ ശല്യപ്പെടുത്തില്ല അല്ലേ. ദേ വിൽ കംഫോർട്ട് യു വെൻ യു ആർ ഇൽ. എന്താണ് നിങ്ങൾക്ക് അസുഖം വരുമ്പോൾ എന്താണ് അത് നിങ്ങളെ ആശ്വസിപ്പിക്കും അല്ലേ. ദ ലോൺസം ഹവേഴ്സ് ദേ വിൽ ഓൾവേസ് ഷെയർ. എന്താണ് എപ്പോഴും ഏകാന്തമായ മണിക്കൂറുകൾ ഉണ്ടല്ലോ, ലോൺസം ഹവേഴ്സ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ദിവസം എന്താണ് മണിക്കൂറുകൾ. ദേ വിൽ ഓൾവേസ് ഷെയർ. അതെന്താണ് നിങ്ങൾ എന്താ ഷെയർ ചെയ്യൂ അല്ലേ, അതെപ്പോഴും പങ്കിടും. ആ ടൈമിലൊക്കെ നമ്മൾ ബുക്ക് വായിക്കുക അല്ലേ. വെൻ സ്ട്രൈറ്റഡ് ദേ വിൽ നോട്ട് കംപ്ലെയിൻ അല്ലേ. അതെന്താണ് അത് സ്ട്രൈറ്റഡ് അതായത് എന്താണ് അപമാനിക്കപ്പെടുമ്പോൾ എന്താണ് അവ പരാതിപ്പെടില്ല അല്ലേ, പരാതിപ്പെടില്ല. ആൻഡ് ദോ ഫോർ ദം യു ഹാവ് സീസ് ടു കെയർ അല്ലേ. നീ അവരെ ശ്രദ്ധിക്കുന്നത് നിർത്തിയാൽ എന്താണ് യു കോൺസ്റ്റന്റ് ഫ്രണ്ട്സ് ദേ വിൽ സ്റ്റിൽ റിമെയിൻ അല്ലേ. നിന്റെ സ്ഥിരം സുഹൃത്തുക്കളെ അവർ എപ്പോഴും അങ്ങനെ തന്നെ തുടരും അല്ലേ. ബുക്ക് എപ്പോഴും എന്താണ് ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ. നമ്മളവിടെ എപ്പോഴും തെറ്റേ അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യേ ഒച്ചപ്പാടുണ്ടാക്കിയോ ഒന്നും ഈ ബുക്ക് ചെയ്യൂല അല്ലേ. നമുക്ക് ആവശ്യമുള്ള ടൈമിൽ ബുക്കിൻ്റെ അടുത്തേക്ക് പോയാൽ ബുക്ക് നമ്മളോട് എന്താണ് ഫ്രണ്ട്ലി ആയി നിൽക്കും അല്ലേ. ആരാ എഴുതിയത്? എഡ്ഗാർ ഗസ്റ്റ് ആണ് എഴുതിയിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ നോക്ക് മീനിങ് എന്താ? സീസ്ഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് കേട്ടോ. കോൺസ്റ്റന്റ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ചേഞ്ച്. എന്താണ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ നിൽക്കുക, കോൺസ്റ്റന്റ് ആയി നിൽക്കുക അറിയില്ലേ അത്. ഓക്കെ, ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് കേട്ടോ, ബീങ് ഫ്രണ്ട്സ്. ലോൺസം ബീങ് എലോൺ ഒറ്റക്കാവുക. സ്ട്രൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഇൻസൾട്ടഡ് വിത്തൗട്ട് ഷോയിങ് റെസ്പെക്ട്. ഓക്കെ, ദെൻ ഹൗ ഡു ബുക്സ് റിമെയിൻ ടുഗദർ ഇൻ എ ഷെൽഫ്. എങ്ങനെയാണ് ഈ ബുക്സ് ഈ ഷെൽഫിൽ നിൽക്കുന്നത്? എങ്ങനെയാണ്? റോ ബൈ റോ അല്ലേ. അപ്പോൾ ഏതാ അറിയാം നമുക്ക്? ഇതാ നോക്കൂ, എവിടെയാണ്? ഇതാ ദേ സ്റ്റാൻഡ് ടുഗദർ റോ ബൈ റോ. ഇതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഓക്കെ, അതെങ്ങനെയാണ് നിൽക്കുന്നത് വെച്ചാൽ ദേ സ്റ്റാൻഡ് ടുഗദർ റോ ബൈ റോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് അതിൽ ചോദിച്ചിരിക്കുന്നത്? എന്താന്ന് നോക്കിയേ, എന്താണ്? പിക്ക് ഔട്ട് ദ ലൈൻസ് ഫ്രം ദ പോയം ദാറ്റ് ഷോ ബുക്സ് ആർ ഗുഡ് ഫ്രണ്ട്സ്. ബുക്ക് നല്ല ഫ്രണ്ട്സ് ആണെന്ന് തെളിയിക്കുന്ന ഏതാ ലൈൻസുകൾ ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? നോക്കൂ ഏതൊക്കെയാണ്. ഇവിടെ ഇഫ് യു ആർ ബിസി ദേ വിൽ വെയിറ്റ് അല്ലേ. പിന്നെന്താണ്? ദേ വിൽ നോട്ട് കോൾ യു ഓൺ ദ ഫോൺ ഓർ വേക്ക് യു ഇഫ് ദ ഹവേഴ്സ് ഈസ് ലേറ്റ് അല്ലേ.
പിന്നെ ഏതായാലും വരുന്നുണ്ടോ? പിന്നെ പിന്നെ ഏതാ വരുന്നത്? ഇതാ പിന്നെ ഇതൊക്കെ പറയാല്ലേ നമുക്ക്. ദേ ആർ നെവർ നോയ്സി വെൻ യു ആർ സ്റ്റിൽ. പിന്നെ ദേ വോണ്ട് ഡിസ്റ്റർബ് യു അറ്റ് യുവർ മീൽ അല്ലേ. ദേ വിൽ കംഫോർട്ട് യു വെൻ യു ആർ ഇൽ. ദ ലോൺസം ഹവേഴ്സ് ദേ വിൽ ഓൾവേസ് ഷെയർ. ഇതൊക്കെ എന്താണ് ഫ്രണ്ട്ലി ആണെന്നുള്ളതിനെ തെളിയിക്കുന്നതാണ് അല്ലേ. വെൻ സ്ട്രൈറ്റഡ് ദേ വിൽ നോട്ട് കംപ്ലൈൻ അല്ലേ. ഓക്കെ. പിന്നെന്താണ്? യുവർ കോൺസ്റ്റന്റ് ഫ്രണ്ട്സ് ദേ വിൽ സ്റ്റിൽ റിമെയിൻ അല്ലേ. നിങ്ങൾ എന്താണ് അവനെ ശ്രദ്ധിക്കുന്നത് നിർത്തിയാലും എന്താണ് ഫ്രണ്ട്സായി തുടരും അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈൻ എഴുതാം കേട്ടോ. ഫ്രം ദ നെക്സ്റ്റ് ആക്ടിവിറ്റി 1 നോക്കാം. ഫ്രം ദ പോയം റൈറ്റ് 3 things that books do and 3 things that book don't do. ബുക്ക് ചെയ്യുന്ന കാര്യം 3 കാര്യങ്ങൾ ചെയ്യുന്നതും അതുപോലെ 3 കാര്യങ്ങൾ എന്താണ് ചെയ്യാത്തതുമായിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഒന്ന് ഇവിടെ ഉണ്ട് അല്ലേ. ഇഫ് യു ആർ ബിസി ദേ വിൽ വെയിറ്റ് അല്ലേ. നിങ്ങൾ ബിസി ആണെങ്കിൽ എന്താണ് അത് കാത്തു നിൽക്കും അല്ലേ. പിന്നെ വേറെ എന്താ വരുന്നത്? അപ്പോൾ ബുക്ക് എന്താണ് ചെയ്ത കാര്യങ്ങൾ? ഇഫ് യു ആർ ബിസി ദേ വിൽ വെയിറ്റ് ഒന്ന് അത് അല്ലേ. പിന്നെ ഏതാണ് അടുത്തത് നമുക്ക് പറയാൻ പറ്റുക? ഇതാ ഇവിടെ പറയുന്നുണ്ട് അല്ലേ. എന്താണ്? ദേ സ്റ്റാൻഡ് ടുഗദർ റോ ബൈ റോ. പിന്നെന്താണ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് നോക്കൂ. കംഫോർട്ട് യു ഡിസ്റ്റർബ് ചെയ്യൂല. കംഫോർട്ട് വെൻ യു ആർ ഇൽ അല്ലേ. ഇത് ചെയ്യുന്ന കാര്യമാണ് അല്ലേ. കംഫോർട്ട് വെൻ യു ആർ ഇൽ അല്ലേ. അതൊക്കെ ഓക്കെ. അത് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ. ഇനി ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കൂ. തിങ്സ് ദാറ്റ് ബുക്ക് ഡോണ്ട് ഡു. ദേ വിൽ നോട്ട് കോൾ യു ഓൺ ദ ഫോൺ അല്ലേ. നിങ്ങൾ എന്താണ് ഫോണിൽ വിളിക്കൂല. പിന്നെന്താണ് നിങ്ങളെന്താ വിൽ നോട്ട് വേക്ക് യു ഇഫ് ദ ഹവർ ഈസ് ലേറ്റ് അല്ലേ. അത് പറയാം നമുക്ക് അല്ലേ. വിൽ നോട്ട് അല്ലേ. ദേ വിൽ നോട്ട് വേക്ക് യു ഇഫ് ദ ഹവർ ഈസ് ലേറ്റ്. പിന്നെന്താണ് പിന്നെ പറയുന്നത് നമുക്ക് ഇവിടെ പറയാം അല്ലേ. ചെയ്യാത്ത കാര്യങ്ങൾ അല്ലേ. ഇതാ ദേ നെവർ നോയ്സി വെൻ യു ആർ സ്റ്റിൽ. പിന്നെന്താണ് ദേ വോണ്ട് ഡിസ്റ്റർബ് യു ആർ മീൽ അല്ലേ. അതൊക്കെ പറയാം നമുക്ക് കേട്ടോ. പിന്നെ വെൻ സ്ട്രൈറ്റഡ് ദേ വിൽ നോട്ട് കംപ്ലൈൻ അല്ലേ. അതൊക്കെ പറയാം. അതൊക്കെ എഴുതാം കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താന്ന് നോക്കിയേ. മാച്ച് ദ വേർഡ്സ് ഇൻ കോളം എ വിത്ത് ദെയർ റൈമിംഗ് വേർഡ്സ് ഇൻ കോളം ബി. കോളം എയും കോളം ബി ആയിട്ട് റൈമിംഗ് വേർഡ്സ് ഇതാക്കണം. റൈമിംഗ് വേർഡ്സ് പറഞ്ഞാൽ എന്താ? സെയിം സൗണ്ടിൽ അവസാനിക്കുന്നതാണ് കേട്ടോ. എന്താണ് സെയിം സൗണ്ടിൽ അവസാനിക്കുന്നത്? നോക്കൂ. റോ റോ വരുന്നതിൽ ഏതാണ്? ഇതാ നോ അല്ലേ. ഓ പറഞ്ഞല്ല ഇതാക്കുന്നത്. അപ്പം നമുക്ക് എന്താക്കുക? റോക്ക് മാച്ച് ആയിട്ടുള്ള ഏതാണ്? റോക്ക് മാച്ച് ആയിട്ടുള്ളത് നമുക്ക് നോ അല്ലേ. ഓർന്നില്ല അവസാനിക്കുന്നത്. ദെൻ ഫോൺ. അപ്പോൾ ഫോണിന് മാച്ച് ആയിട്ടുള്ളത് എന്താണ്? ഓൺ അല്ലേ. ദെൻ നെക്സ്റ്റ് വെയിറ്റ്. വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ലേറ്റ് അല്ലേ. എയ്റ്റ് എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് സ്റ്റിൽ. സ്റ്റിൽ ഏതാണ്? ഇൽ അല്ലേ. അതൊക്കെ. പിന്നെ കെയർ എന്താണ്? ഷെയർ അല്ലേ. സെയിം സൗണ്ടിൽ അവസാനിക്കുന്നത് കേട്ടോ. എയർ എന്ന് പറഞ്ഞിട്ടല്ലേ അവസാനിക്കുന്നത് അല്ലേ. ഇനി റിമെയിൻ. പിന്നെന്താണ് അവസാനിക്കുന്നത്? കംപ്ലൈൻ അല്ലേ. അതാണ് മാച്ച് ചെയ്യുക കേട്ടോ. റൈമിംഗ് വേർഡ്സ് പറഞ്ഞാൽ സെയിം സൗണ്ടിൽ അവസാനിക്കുന്നതാണ് എന്ത്? റൈമിംഗ് വേർഡ്സ് കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണ്? ആക്ടിവിറ്റി 3 ആണ്. റീഡ് ദ ഫോളോയിങ് പോയം ആൻഡ് ഡ്രോ എ പിക്ചർ യൂസിങ് ദ ഐഡിയാസ് ഫ്രം ദ പോയം. യു ക്യാൻ ഓൾസോ ക്രിയേറ്റ് എ ഡിജിറ്റൽ പെയിൻറ്റിംഗ്. ഓക്കെ. നിങ്ങൾ ഈ പോയം വായിച്ചിട്ട് എന്താ ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിട്ടോ. എ ബുക്ക് ഈസ് എ ട്രീ വിത്ത് ബ്രാഞ്ചസ് ടോൾ. ഇറ്റ്സ് പേജസ് ആർ ലീവ്സ് ദാറ്റ് ജെന്റ്ലി ഫാൾ. ഇറ്റ് ഓപ്പൺസ് എ വേൾഡ് ഓഫ് സ്റ്റോറീസ് ടു സീ ഫിൽഡ് വിത്ത് മാജിക് ആൻഡ് മിസ്റ്ററി അല്ലേ. ഇങ്ങനത്തെ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക? ഒരു ചിത്രം വരയ്ക്കുക അല്ലേ. എ ബുക്ക് ഈസ് എ ട്രീ ആണ്. വിത്ത് ബ്രാഞ്ചസ് ഉണ്ട് വലിയ അല്ലേ. ടോളായിട്ടില്ലേ. പിന്നെന്താണ്? അതിൻ്റെ പേജൊക്കെ എന്താ? ലീവ്സ് ഇലകളാണ് അല്ലേ. അത് നല്ല താഴോട്ടേ വീഴുക. ഇറ്റ് ഓപ്പൺസ് എ വേൾഡ് ഇറ്റ് ഫോർ സ്റ്റോറീസ് ടു സീ അല്ലേ. തുറന്നപ്പോൾ എന്താണ്? അതിൻ്റെ സ്റ്റോറീസ് ഓഫ് വേൾഡ് അല്ലേ. വേൾഡ് ഓഫ് സ്റ്റോറീസ് കാണുന്നുണ്ട്. ഫീൽഡ് വിത്ത് മാജിക് ആൻഡ് മിസ്റ്ററി. അത് വെച്ച് ചിത്രം വരയ്ക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിത്രം വരച്ചുകൂടെ? എന്താണ്? ഒരു മരം അല്ലേ. ആ ബുക്കായിട്ട് അല്ലേ. അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ പേജ് ലീവ്സ് ആണ് എന്ത്? പേജസ് ആയിട്ട് വരുന്നത്. അത് താഴോട്ട് വീഴുകയാണെന്നുള്ളത് കേട്ടോ. അങ്ങനെ എന്താക്കുക? ഒരു ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ് ഇവിടെ? എ ബുക്ക് ഫോർ പുഷ്കു അല്ലേ. അത് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. താങ്ക് യു.